ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് 2 കുട്ടികൾ ഫാമിൽ ഗപ്പിയെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഗപ്പിയൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ടാങ്കിൽ നിന്ന് പിടിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കഴിക്കില്ല. അപ്പം ആദ്യം ഫീഡൊക്കെ ഇട്ടെടുത്തൊന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് പിടിക്കാം. നമ്മൾ 2 ടാങ്കിലും ഉണ്ട് കേട്ടോ, 2 അല്ല, നമ്മൾ ഈ ടാങ്കിലൊക്കെ ഗപ്പി ഉണ്ട്. അപ്പൊ നമ്മൾ പിടിക്കുന്നത് ഈ 2 ടാങ്കിൽ നിന്നാണ്. അപ്പൊ അതിലാദ്യം ഒന്ന് ഫീഡ് ഇട്ട് കൊടുക്കുക. സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം കുട്ടികളൊക്കെ നേരെ ഫാമിൽ വന്നാട്ടോ ഗപ്പിയെ വാങ്ങിക്കുന്നത്. മഴ ആയതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ ഇറക്കി pH ഒക്കെ ലെവൽ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഗപ്പികൾ പെട്ടെന്ന് മഴക്കാലത്ത് ചത്തു പോകുന്ന പ്രശ്നമുണ്ട്. നമ്മൾ വെള്ളം ഇറക്കി പുതിയവെള്ളം കയറ്റിയിട്ടൊക്കെ pH ലെവൽ ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഇവിടെയൊക്കെ കുറെ ഗപ്പികളുണ്ട്. ഗപ്പിക്കൊക്കെ ഇപ്പൊ പൊതുവെ ഗപ്പിക്കുന്നതല്ല, ഓർണമെന്റൽ ഫിഷിനൊക്കെ നമുക്കിപ്പം ബിസിനസ് ഒക്കെ കുറച്ച് ഡല്ലാണ്. മാർക്കറ്റ് ഇപ്പൊ കുറവാണ്. വെക്കേഷൻ സമയത്തായിരുന്നു കൂടുതൽ കുട്ടികളും എല്ലാവരും വാങ്ങിച്ചിരുന്നത്. ഇപ്പൊ വേനൽ കഴിഞ്ഞോടുകൂടെ സ്കൂളൊക്കെ തുറന്നു. അതുപോലെ മഴക്കാലം ആയി കഴിഞ്ഞാൽ പെക്സുകൾക്കൊക്കെ ഒരു ഡിമാൻഡ് കുറവുള്ള സമയമാണ്. നമ്മുടെ ഷോപ്പിൽ തന്നെ ഇപ്പൊ നമ്മൾ മീനുകളൊന്നും അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഫാമിൽ വന്ന് മാത്രമാണ് ഇപ്പൊ ഗപ്പികളും മറ്റു മീനുകളൊക്കെ ഒന്ന് വിൽക്കുന്നത്. കൂടുതലൊന്നും നമ്മൾ ഷോപ്പിലൊന്നും കൊണ്ടിട്ട് വെക്കുന്നില്ല. ആളുകൾ കുറവാണ് വാങ്ങിക്കാനൊക്കെ. ഇതന്നെ ലീവ് ദിവസം ശനി ഞായറും കുട്ടികൾ വന്നിട്ടാണ് കുറച്ച് ഗപ്പിയൊക്കെ കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഗപ്പിക്കൊക്കെ ഇപ്പൊ റേറ്റ് വളരെ കുറവാട്ടോ. നമ്മുടെ സീസണിലായിരുന്നു നല്ല വിലയൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പൊ വളരെ കുറവാണ്. ഇപ്പൊ മാക്സിമം ഓഫറിലാണ്, നല്ലൊരു ഓഫറിലാണ് നമ്മൾ ഗപ്പിയൊക്കെ കൊടുക്കുന്നത് എല്ലാവർക്കും. മീനെ പിടിച്ചു കൊടുക്കുകയാണ്. ഇതാ റിച്ച് ഉണ്ട് കേട്ടോ മീൻ പിടിക്കാനൊക്കെ ആയിട്ട്. റിച്ച് ആണ് സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ശനി ഞായർ ഉണ്ടാക്കി തരുന്നത്. ചെറിയൊരു കമ്മീഷനൊക്കെ റിച്ച് വാങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പിടിക്കുക. നമ്മൾ ഈ ഇതിലുള്ള ഗപ്പികളൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് ഏകദേശം പെയറിന് 80-100 കൊടുത്ത ഗപ്പികളാട്ടോ. അതിപ്പോ നമ്മൾ വളരെ വില പൊട്ടിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഓഫറാണ്. ചിലപ്പോ ഒരു പീസിന് നമ്മൾ 6 രൂപന്റെ അടുത്ത് വരുന്നുള്ളൂ നമ്മൾ കൊടുക്കുന്നത്. എണ്ണം വെച്ച് നോക്കുമ്പോ 50 രൂപയ്ക്കൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തന്നെ തരട്ടോ. ഓഫറാണ് ഇപ്പൊ ഗപ്പിക്ക്. നല്ല ഫീമെയിലിനെ പിടിച്ചിട്ടുണ്ട്. മെയിലും ഫീമെയിലും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണും പെണ്ണോ പക്ഷെ നല്ല തരുന്നുണ്ട്. അത് വേണം കാണിച്ചെന്നോ? പിടിച്ചേരാ. ഇതും കൂടെ ഇട്ട ഏകദേശം 50 രൂപയ്ക്ക് നല്ല സെറ്റ് ആയിട്ടോ. ഒരു മെയിലിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല ഓഫറാട്ടോ. 50 രൂപയ്ക്ക് കൊടുക്കുന്ന മീനാ. നമ്മളൊരു പെയറിന് 100-80 കൊടുക്കുന്ന മീന് പക്ഷെ 50 രൂപയ്ക്ക് ശേഷം 15ന്റെ അടുത്ത് മീനുണ്ട്, 12 മീനുണ്ട്. നമ്മൾ ഓഫറിൽ കൊടുക്കാം. പിടിച്ചോ. എന്നൊക്കെ എത്ര? 30. നമ്മൾ മീനുകളൊക്കെ പിടിച്ചു കഴിഞ്ഞതാ ഇത്രയുണ്ട്. ഒരാൾക്ക് 50 രൂപയ്ക്കും ഒരാൾക്ക് 30 രൂപയ്ക്കാണ്. 50 രൂപയ്ക്കും 30 രൂപയ്ക്കുള്ള മീനുകളുണ്ട്. ഇത്രയും മീനുകളുണ്ട്. നമ്മളെ ശേഷം പെയറിന് 80 കൊടുക്കുന്ന മീനുകളാണ് ഇവർക്ക് ഇപ്പൊ 80 രൂപയ്ക്ക് ഇത്രയും മീനുകളെ കൊടുത്തിട്ടുള്ളത്. ഒരു മീനിന് ശേഷം 4 രൂപന്റെ അടുത്ത് വില വരുന്നുള്ളൂ. നല്ല ഓഫറിലാണ് 50 മീൻ. നല്ല ഓഫർ ഉണ്ട് കേട്ടോ മീൻ. അപ്പൊ എല്ലാരും കൂട്ടിയിട്ട് വരിക. 80 രൂപയാണ് ഒരു പേരിന്റെ പൈസ ആയിട്ടുള്ളൂ. ഈ സമയത്തൊക്കെ ഗപ്പി കൊണ്ടുപോകണമെങ്കിൽ എല്ലാവർക്കും മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വെച്ചാൽ അടിപൊളിയായിട്ട് വേനലാകുമ്പോഴത്തേക്കും ഗപ്പിയെ ബ്രീഡ് ചെയ്തെടുക്കാം.